ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പയൽ സെലക്ഷൻ നടത്താം. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഈ ഒരു മെസ്സേജസ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പയൽ നമ്പർ 1, താങ്ക് യു. Five of Pentacles, 9 of Wands, 8 of Wands, 3 of Cups, Ace of Swords, the Fool. Okay, ബാക്കിൽ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ ആ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്യുന്ന എനർജീസ് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് സത്യസന്ധമായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് വോൺസിൻ്റെ എനർജിയിൽ ഒത്തിരി പാസ്റ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ, മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ഒത്തിരി പ്രോബ്ലത്തിൽ കൂടെ പാസ്റ്റിൽ പോയിട്ടുണ്ടാകാം. ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ തന്നെ തനിച്ചാക്കി, ആ ഒരു ഫീലിംഗ് കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷേ അതെല്ലാം നിങ്ങളിവിടെ ബോൾഡായിട്ട് കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വൂണ്ടഡ് വാരിയറിൻ്റെ എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങളിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങൾക്കറിയാം ഏത് ജേർണി കൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. അതെല്ലാം നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായിട്ട്, ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റാനായിട്ട്, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇന്നർ സ്ട്രെങ്ത് എല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പവർ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇവിടെ 8 ഓഫ് വോൺസിൻ്റെ എനർജിയിൽ വന്നിട്ട് പറയുന്നത്, ഓൾറെഡി നിങ്ങളൊത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ നേച്ചറായിട്ട്, പ്രകൃതിയായിട്ട്, ഔട്ട്സൈഡ് വേൾഡിൽ കുറച്ച് നിങ്ങൾക്ക് വാക്കിങ്ങിന് പോകാൻ പറ്റുന്നുണ്ട്. കുറച്ചൊരു എന്താ പറയുക, നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പവർ മനസ്സിലാക്കിയിട്ട് പെരുമാറുക. സെക്കൻഡ് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാർമണി അത് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് എന്ത് ബ്ലെസ്സിങ്സ് ആണുള്ളത് പയൽ നമ്പർ 1-ന്. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ വരുന്നതായിട്ട്, ഒത്തിരി ഊർജ്ജം, കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ സ്ട്രഗിൾസ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് തിരയുന്നുണ്ടാകാം. എങ്ങനെ അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, എങ്ങനെ അത് എൻഡ് ചെയ്യാം. ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് പുതിയ ക്ലയൻസിനെ ലഭിക്കുക, ആൾക്കാർ നിങ്ങളുടെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിലും ഒരു ന്യൂ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഈ ഒരു മെസ്സേജസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 2. Four of Swords, Page of Wands, Hanged Man, Queen of Cups, Eight of Swords, Four of Pentacles in energy. Okay. ഇന്നത്തെ ദിവസം ഒത്തിരി ഹീലിംഗ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സെൽഫ് കെയർ റുട്ടീനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. മെയിനായിട്ട് ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കാം. ഹെയർ കെയർ റുട്ടീനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഫ്രീ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ കുറേ നാളായിട്ടൊരു ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, ബാലൻസിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറേയൊക്കെ നിങ്ങൾക്ക് റിസ്റ്റോർ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് പറയുന്നത് ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും അത്രയും നിങ്ങൾക്ക് ഹീലിംഗ് അവൈലബിൾ ആണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചൊരു ഇമോഷണൽ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ആ ഒരു എനർജി ആയിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക. സറണ്ടറിൻ്റെ എനർജി ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജി കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ ഒത്തിരി പേരായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ഡ്രെയിനായി പോകുന്ന പോലെ കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, ക്രിയേറ്റീവ് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക. അതിനെക്കുറിച്ചിട്ട് കണ്ടംപ്ലേഷനൊക്കെ നടത്തുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിർത്തുന്നതാണ്. ബാക്കിൽ ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി, ഒത്തിരി ഇൻഡിപെൻഡൻസിൻ്റെ എനർജി, ഒത്തിരി എന്താ പറയുക ഫ്രീഡത്തിൻ്റെ എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകും. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ ഫ്രീലാൻസ് ജോബ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കാം അറ്റ് പ്രസൻറ്റ് ഇരിക്കുന്നുണ്ടാകുക. കുറച്ച് പേരുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് പൈൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു സമയത്ത്? 5 ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഹീലിംഗ് ആണ് അഗെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളെടുത്ത എഫേർട്ട്, നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നിട്ട് അവിടെ ഒത്തിരി പോസിറ്റീവ് എനർജി, നിങ്ങളുടെ വർക്കിനൊരു റെക്കഗ്നിഷൻ, പോസിറ്റീവ് എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാൻഡ്സിന്, കൈകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ഹീലിംഗ് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.